ഹായ് മക്കളെ, അസ്മാസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അട ഉണ്ടാക്കിയതാണ് കേട്ടോ. ചായക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് സേമ്യത്തിൻ്റെ അട ഉണ്ടാക്കിയതാണ്. എല്ലാവർക്കും അറിയാലോ പിടിക്കുന്നതൊക്കെ. അപ്പോൾ കൂട്ടത്തിൽ തിന്നണ കാണിക്കുകയാണ്. തേങ്ങ ഞാൻ പിട്ടിലിട്ട മാതിരി ഇത് കൂട്ടി കുഴച്ചതാ, ചരണ്ടിട്ടതാണ് കേട്ടോ. നിൽക്കുന്നു മുപ്പരിതാ കഴിക്കുന്നു. ഇതൊക്കെ അങ്ങനെ ഉണ്ട് കഴിച്ചിട്ട് അടിപൊളിയാ. മധുരമൊക്കെ പാകത്തിനില്ലേ? അടിപൊളിയാട്ടോ. നമ്മൾ കഴിക്കുകയാണ്. ഓയ് മോനെ, അതാ മോനെ എൻ്റെ അട നിൽക്കുന്നത് വീഡിയോയിൽ ഇല്ലല്ലേ? അത് പിടിച്ചില്ലല്ലോ. ഇതൊക്കെ എനിക്ക് കുറച്ച് വലുതാവട്ടെ, അന്നേരമൊക്കെ കൂടിയാൽ കേട്ടോ. സബ്സ്ക്രൈബറൊക്കെ കുറച്ച് കൂടുതലാവട്ടെ കേട്ടോ. എന്നിട്ട് എൻ്റെ മക്കളൊക്കെ അങ്ങ് കാണിച്ചു തന്നിട്ടോ എല്ലാവർക്കും. എൻ്റെ മോളെ കുട്ടികൾ മോളൊന്നും കൂടൂല. ഒക്കെ കുറച്ച് ഞാനൊന്ന് വലുതാട്ടോ. ചെറിയ യൂട്യൂബറല്ലേ ഞാനൊരു യൂട്യൂബർ ആയില്ലല്ലോ. നിങ്ങളൊക്കെ എന്നെ ഒരു യൂട്യൂബർ ആക്കിയിടിക്കും മക്കളെ. എന്നെങ്കിലേ ഉള്ളൂ ഇപ്പം എനിക്കൊരു വിജയം ഉണ്ടാവുള്ളൂ. നിങ്ങളെല്ലാവരും ഇപ്പം എൻ്റെ എന്താ പറയുക, രാത്രി നമ്മൾ ഇടുന്ന എന്താ പറയുക, ലൈവിലിപ്പോൾ ഞാൻ വരുന്നുണ്ടല്ലോ. ലൈവിലുള്ള മക്കൾ ഫുള്ള് എൻ്റെ ഓരോ കുടുംബക്കാരുമായി എനിക്ക് തോന്നുന്നത്. ഒരു യൂട്യൂബിലുള്ള ഫുള്ള് ആൾക്കാരിൻ്റെ കുടുംബത്തിനുമായിട്ട് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും നല്ലതും സമാധാനവും സന്തോഷവും ആയിരിക്കട്ടെ. അങ്ങനെ നമ്മളിന്ന് രാവിലെ തന്നെ അത് പൊഴിഞ്ഞത് അങ്ങനെ ഇൻ്റെ ഓരിയാണിത്. തൊഴിഞ്ഞു പോകുന്നു മക്കളെ. എന്നെ കിട്ടിയില്ലല്ലോ. ഞാൻ അവരൊക്കെ വീഡിയോ പിടിച്ചിട്ട് അതിനെക്കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയില്ല. അതിനെക്കൊണ്ട് ഞാൻ തിന്നുന്നത് കാണിച്ച് വിചാരിച്ചു കേട്ടോ. ഓ കീറിപ്പോണ്. ഇതാണ്ടോ കണ്ടോ അത്ര ഉണ്ടാവില്ലേ? കണ്ടിക്കണല്ലോ മക്കളെ. ചായ ഉണ്ട് നിങ്ങൾക്ക്? ബിസ്മില്ലാഹിർ നിർത്തും. വാവ്, എന്താ രസം അറിയാം. അടിപൊളി സാധനം. അതിന് ഒരു ക്ലാസ് ഉണ്ടോ മോളെ കുട്ടികൾക്ക് കൊടുക്കാൻ? കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് കൊടുക്കൂ. ക്ലാസ് പത്തോ ഇത് പിടിക്കുന്നുണ്ട്. ഒച്ച ഉണ്ടാക്കണ്ടേ? അതെടുത്ത് ചായ എടുത്ത് ഇങ്ങനെ വെക്കണം. പതുക്കണ്ട ഒച്ചല്ലാണ്ട് ഗ്ലാസ്സൊക്കെ വെക്കുക. നമ്മൾ യൂട്യൂബിനെ ബഹുമാനിക്കണം. പതുക്കെ തിന്നണം. മനുഷ്യന്മാരെ ഭക്ഷണത്തിനെ ബഹുമാനിക്കണം. യൂട്യൂബർമാർക്ക് ഒച്ച ഞാൻ തിന്ന ഒച്ച ഉണ്ടാക്കാൻ പാടില്ല. സമാധാനത്തിന് തിന്നുക. അതാണ് യൂട്യൂബർ. നമ്മൾ കുറേ ആൾക്കാരില്ലേ, നമ്മൾ കൊച്ച ആരും ചമയ്ക്കാൻ പറ്റില്ല. അച്ചടക്കം വേണം. ഞാനാണെങ്കിൽ തിന്നാ. ഞങ്ങൾക്ക് വെള്ളം അറിഞ്ഞാ ഇത് മതിയാ? വേണമെങ്കിൽ ചട്ടിയിൽ ഇനിയും രണ്ടുമൂന്നെണ്ണം കൂടെ വേണൊരു ഒന്നെടുത്ത് തിന്നോ? വേണ്ടായിട്ടാ? കാത്തൂന് അത് മതി. ഇങ്ങനൊക്കെ ആർക്കും മതിയായല്ല എല്ലാവർക്കും. നമ്മളിവിടെ വായ പിന്നെ കല്ലുവായ കേട്ടോ. അധികം കൊലയൊന്നും ഉണ്ടാവില്ല. ഇടക്ക് കല്ലുണ്ടാവും. അതിനെക്കൊണ്ട് ഈ വായൻ്റെ ഇഷ്ടം പോലെ ഉണ്ട്. അതിനെക്കൊണ്ട് നമുക്ക് എന്തിനും പറിച്ച് ഇങ്ങനത്തെ കളിയൊക്കെ കളിക്കാൻ പറ്റും. ആടിൻ്റെ ഐഡിയ അപ്പം ഇതൊന്നത് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനെന്തോ പറയും. നിങ്ങളെ കാണണല്ലോ. ഇതാ റാഹത്തായി പോയി.
അൽഹംദുലില്ലാഹ്. സേമ തന്നെയാണല്ലേ? തേങ്ങ തന്നെ, വേറെ ഉള്ളത് വേറെ ഉള്ളത് തന്നെ. അവിടെ വരെ പോയി കുറേ നേരം വരെ വന്ന എന്തെങ്കിലും പറഞ്ഞ സ്ഥലത്ത് അവിടെ കുറേ നേരം ഇരുന്ന് നിങ്ങൾ ഈ പാത്രം കണ്ടോ? ഓ കാപ്പി മോളും വെക്കാൻ പറഞ്ഞോളി. ഞാൻ തിന്നോട്ട് മോളെ കുഞ്ഞു വയറ്റേ കുഞ്ഞു വയറ്റേ ചോറല്ലെങ്കിൽ നമ്മൾ വാരിയിട്ടല്ലേ തിന്നണത് മോളെ. എനിക്ക് ഞാനടാ ഇങ്ങനെ എടുത്തോ. ഇതെന്ത് ചായക്കെന്ത് കനം കൂട്ടി? മനസ്സിലായി. ചിക്കനല്ലേ ഇല ഒരുപാട് ബാക്കിയായി അല്ലേ? അതിലും കൂടെ ഉണ്ട് തിന്നാളിട്ടിയവ നല്ലതല്ലേ? ഇലവർഗ്ഗമൊക്കെ തിന്നണമെന്ന് പറഞ്ഞ കേട്ടില്ലേ? ഇലവർഗ്ഗമൊക്കെ തിന്നണമെന്ന്. അപ്പൊ അതിലും കൂടെ തിന്നാളി. കർമൂസന്റെ ഇല പറയുന്നല്ലോ. കർമൂസ ഉപ്പേരി വെക്കണ പോലെ ഇതൊക്കെ പറഞ്ഞു വെക്കണം. എല്ലാ ഇലയും വെച്ചിരിക്കുന്നുണ്ട്, കർമൂസൻ്റെ ഇല വെച്ചിട്ടില്ല. വായൻ്റെ ഇല ഇന്ന് പാർത്ത് തിന്നണ കുറേ അങ്ങനാണ്ട് നിങ്ങളെ ഇനിയും കിട്ടില്ല. ഞാനില്ലല്ലോ, വേറെന്തൊക്കെ പറയാണ്ടേ. കല്യാണക്കാരെന്ത് ചെയ്യിപ്പോ? അത് വേറെ അല്ലടി. അങ്ങനെ ഈ കൊല്ലം നമുക്ക് ഇങ്ങനെ കുറേ സന്തോഷവും കുറേ ദുഃഖവും ഒക്കെ ആയിട്ട് ഈ കൊല്ലം ഭയങ്കര ബേജാറിലൊക്കെ കഴിഞ്ഞു പോയി. കുറേ മണ്ണിടിച്ചിലും മരണവും ഒക്കെ കുറേ കണ്ടില്ലേ കഴിഞ്ഞത് വയനാട്. അതുപോലെ ഇനി ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും കുഴപ്പമൊന്നും ആർക്കും ഇല്ലാണ്ടിരിക്കട്ടെ എന്നെല്ലാവർക്കും ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. അടുത്ത ഈ വർഷം നല്ല വർഷമായി മാറട്ടെ കേട്ടോ. എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യുക. ഞാനും നിങ്ങളും അതുപോലെ പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. ഓക്കെ. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.